ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. രേവതി പറയാണ്, ദേവുവിൻ്റെ ഭാവി പോവും, ജീവിതം പോവും എന്നൊക്കെ പറഞ്ഞ് സച്ചിയേട്ടൻ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ദേവുവിന് വേറെ ചെറുക്കനെ അന്വേഷിക്കുക. അല്ല, ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കടിച്ച് തെറ്റുന്ന എൻ്റെ പേടി. ഇല്ല, അതൊരിക്കലും ഉണ്ടാവില്ല ശ്രീകാന്തേ. ഞങ്ങൾ വഴക്കിടാറൊക്കെയുണ്ട്, അത് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാ. ഞങ്ങൾ തെറ്റില്ല. അത് കേട്ട് ശ്രീകാന്തിന് സന്തോഷമായി. രേവതി പറയാണ്, ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ. ദേവുവിൻ്റെ വിവാഹകാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുന്നു, അദ്ദേഹം എന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുന്നു. പക്ഷേ രണ്ടും നടക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അതെ, ഇതിൻ്റെ പേരിൽ ഞങ്ങൾ അടികൂടാനൊന്നും പോകുന്നില്ല ശ്രീകാന്തേ. എല്ലാവരും പേടിയുണ്ടെടുത്തി, അതുകൊണ്ട് പറഞ്ഞതാ. ഒരു കണക്കിന് പറഞ്ഞാൽ രേവതി കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തു പറ്റി, നീ എന്താ അങ്ങനെ പറയുന്നേ? കല്യാണം കഴിച്ച എൻ്റെ അവസ്ഥ കണ്ടില്ലേ? കുറച്ച് കഴിയുമ്പോൾ വയറും വീർപ്പിച്ചുകൊണ്ട് നടക്കണം, വേദന അനുഭവിക്കണം. എന്തിനാ ഈ കഷ്ടപ്പാടൊക്കെ? ദേവുവിനോട് കല്യാണം കഴിക്കണ്ടെന്ന് പറ. എൻ്റെ വർഷേ, എന്തൊക്കെയാ നീ പറയുന്നേ? പക്ഷേ ഇതൊരനുഗ്രഹമല്ലേ? എന്താ അനുഗ്രഹം? ഒരമ്മയാവുന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെ എന്താ ഉള്ളത്? സന്തോഷമൊക്കെ തന്നെ, പക്ഷേ ഒരു പക്ഷേയില്ല. രേവതിയുടെ സംസാരം കേട്ട് ശ്രീകാന്ത് ചിരിക്കുകയാണ്. അപ്പോഴാണ് സച്ചി വരുന്നത്. സച്ചിയേട്ടൻ വന്നു, വാ. സച്ചി രണ്ട് കൈയും പുറകു വശത്ത് വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ രേവതി പറയാണ്, വർഷേ, നിൻ്റെ ഏട്ടൻ വന്നല്ലോ. എന്താ നിൻ്റെ ഏട്ടൻ വെറും കൈയും കൊണ്ട് വന്നേ? ഏത്തിക്ക് ഒന്നും വാങ്ങിയില്ലേ? വാങ്ങിയല്ലോ, എവിടെ? എന്നിട്ടൊന്നും കാണുന്നില്ലല്ലോ. ടണ്ടണേ കണ്ട് ശ്രീകാന്ത് ചോദിക്കുകയാണ്, എന്താ ഇത്? വർഷയ്ക്ക് കൊടുത്തിട്ട് പറയാണ്, ദാ ഇത് തുറന്നു നോക്ക്. പക്ഷെ അത് തുറന്നു നോക്കിയതും രേവതി പറയാണ്, അവൾ ചിരിക്കുകയാണ് സന്തോഷത്തോടെ. ഒരു കുഞ്ഞുടുപ്പായിരുന്നു. ആ ശ്രീകാന്തേ, നിങ്ങളുടെ കുഞ്ഞിനുള്ളതാ. ഉച്ചയ്ക്ക് അത് കണ്ടു ഒന്നുകൂടി ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ രേവതി പറയാണ്, ഇതെന്തിനാ സച്ചേട്ടാ ഇതൊക്കെ ഇപ്പോൾ വാങ്ങിയത്? ഇതായിരിക്കണം കുഞ്ഞിനുള്ള ആദ്യത്തെ സമ്മാനം. നേരത്തെ വാങ്ങി വെച്ചതാ. അപ്പോൾ രേവതി, ഇതിപ്പോൾ പെൺകുട്ടിക്കുള്ള ഉടുപ്പാണല്ലോ, അപ്പോൾ നേരത്തെ കരുതി വെച്ചോ പെൺകുട്ടിയാണെന്ന് ഇപ്പോഴേ ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഈ വീട്ടിൽ ഒരു പെൺകുഞ്ഞ് വേണമെന്നുള്ളത് ചേട്ടൻ്റെ പണ്ട് മുതൽക്കേ ഉള്ള ആഗ്രഹം. ആ ആഗ്രഹം നടക്കുമോ നമുക്ക് നോക്കാം. ശ്രീകാന്തും പറയാണ്, നടക്കും. എൻ്റെ അനിയനും അനിയത്തിക്കും പിറക്കുന്ന കുഞ്ഞ് പെൺകുഞ്ഞ് തന്നെയായിരിക്കും. ഈ വീട്ടിൽ ഉത്സവമായിരിക്കും, ഉത്സവം. പക്ഷേ വർഷ അതും കയ്യിൽ പിടിച്ച് കരയാണ്. രേവതി അത് കണ്ട് വിളിക്കുകയാണ്, വർഷ അപ്പോൾ അതും കയ്യിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് തന്നെ അകത്തേക്ക് ഓടുകയാണ്. ശ്രീകാന്തും പറയാണ്, വർഷേ. ആ ഉടുപ്പ് കണ്ടപ്പോൾ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്ത് കാണും. അവൾ കരഞ്ഞ്, നീ ചെന്ന് ഒന്ന് ആശ്വസിപ്പിക്കുക. സച്ചിയും പറയാണ്, കുഞ്ഞിനെക്കുറിച്ച് നമ്മളിപ്പോൾ അവളോട് സംസാരിക്കണം. കുഞ്ഞിന് വേണ്ടുന്ന സമ്മാനങ്ങളൊക്കെ ഇപ്പോഴേ നൽകണം. അപ്പോൾ അവളുടെ ഉള്ളിലെ അമ്മ ഉണരും, അവളുടെ മനസ്സും മാറും. അവൾ ആ കുഞ്ഞുടുപ്പും കയ്യിൽ പിടിച്ചുകൊണ്ട് കരയാണ്. എന്നിട്ട് മനസ്സിൽ പറയാണ് കരഞ്ഞുകൊണ്ട്, എന്തിനാ സച്ചിയേട്ടൻ ഇങ്ങനെ ഒരു കുഞ്ഞുടുപ്പ് കൊണ്ടുവന്നേ? ഞാൻ എത്ര മറക്കാൻ ശ്രമിച്ചാലും ഇത് കണ്ട വീണ്ടും എനിക്ക് ഓർമ്മ വരും. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരാൾ വളരുന്നുണ്ടെന്ന്. എൻ്റെ കുഞ്ഞ് ഈ കുഞ്ഞുടുപ്പിട്ടാൽ എന്ത് ഭംഗിയായിരിക്കും അല്ലേ? അത് സ്റ്റെയർ കേസിൽ നിന്നുകൊണ്ട് തന്നെ അവൾ സംസാരിക്കുന്നതും കരയുന്നതൊക്കെ കാണുകയാണ്. കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്, മനസ്സിൽ കൊണ്ട് നടക്കരുത്. കൂടുതൽ അടുത്താൽ പിന്നെ അകന്നു പോകാനും കഴിയില്ല. വീണ്ടും കരഞ്ഞുകൊണ്ട് പറയാണ്, എൻ്റെ മനസ്സെന്താ ഇങ്ങനെ? ഇപ്പോൾ കുഞ്ഞ് വേണമെന്ന് തോന്നും, അടുത്ത നിമിഷം തന്നെ കുഞ്ഞ് വേണ്ടാന്നും തോന്നും. ഞാൻ എന്താ ചെയ്യുക? എനിക്കാണെങ്കിൽ വേദനയൊട്ട് സഹിക്കാനും വയ്യ. പിന്നെ മുകളിലേക്ക് ശ്രീകാന്ത് പെട്ടെന്ന് വന്നിട്ട് പറയാണ്, വർഷേ എന്ന് പറഞ്ഞ് അവളെ തൊട്ട് വിളിക്കുകയാണ്. അപ്പോഴേക്കും അവൾ ദേഷ്യത്തോടെ ശ്രീകാന്തിൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് അങ്ങോട്ട് മാറി. പാവം, മനസ്സിൽ കുഞ്ഞ് വേണ്ട എന്ന് പറയുമ്പോഴും അവളുടെ ഉള്ളിലെ ആ കുഞ്ഞിൻ്റെ രൂപം മായുന്നില്ല. എന്തായാലും അവളിലൊരു കണ്ണ് വേണം, അവളെ ശ്രദ്ധിക്കണം. പിന്നെ കാണിക്കുന്നത് ശ്രുതിയെയാണ്. ശ്രുതിയോട് കൂട്ടുകാർ വന്ന് ചോദിക്കുകയാണ്, ശ്രുതിയോ അവൻ്റെ അമ്മയോ വിളിച്ചിരുന്നോ? ഇല്ല. ചുമ്മാ ഓരോ ആഗ്രഹങ്ങൾ അല്ലേ? ഒരു മാല കൊടുത്താൽ അതിൽ വീഴും, നീ ചെയ്തതൊക്കെ മറക്കും എന്ന് വിശ്വസിച്ച് എന്തൊരു മണ്ടത്തരാണ് ചെയ്തത്. വെറുതെ നാടകം കളിച്ച് ഞാനും അതിൻ്റെ ഭാഗമായി. ശരിയാ നീ പറഞ്ഞത്, ഓരോ സമയത്ത് ഓരോ ചിന്തകൾ. ഇപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം? നീ കൊടുത്ത ഗിഫ്റ്റ് നാണം കെട്ട് നിൻ്റെ അമ്മായിയമ്മ വാങ്ങി വെച്ചിട്ടുണ്ട്. വിചാരിച്ചതുപോലെ അവരുടെ മനസ്സൊന്നും മാറിയില്ല. വീട്ടിലേക്ക് വിളിക്കാത്തത് കാരണം നിനക്ക് ആ ആഭരണങ്ങൾ എടുത്ത് എവിടെയും കളയാനും പറ്റില്ല.
അവരതെടുത്ത് പണയം വെക്കാനോ വിൽക്കാനോ നോക്കിയാൽ നീ നൽകിയത് മുക്കുവണ്ണമാണെന്ന് മനസ്സിലാക്കി അവർ പിന്നെ വലിയ പ്രശ്നമാക്കും. ഇതൊരു വലിയ പ്രശ്നമാണല്ലോ ശ്രുതി. ശ്രുതി തിരിഞ്ഞുകൊണ്ട് പറയാണ്, എനിക്കിപ്പോൾ കഷ്ടകാല, തൊട്ടതെല്ലാം പിഴയ്ക്കുക. ബാമാൻ്റിയോട് പറ ആരും കാണാതെ അതെടുത്തുകൊണ്ട് വന്നു തരാൻ. അവരുടെ വീട്ടിൽ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞാൽ അവർ എന്തും ചെയ്യും. ബാമാൻ്റിയോട് പറയാം. എന്തായാലും അമ്മ അതെടുത്ത് പെട്ടെന്ന് പണയം വെക്കാനോ വിൽക്കാനോ ഒന്നും പോവില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി അലയായിരുന്നു. നീ എന്നെ ഏൽപ്പിച്ച 2 കാര്യങ്ങളും ഞാൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ ചെന്ന് സംസാരിച്ചു. എപ്പോൾ വേണമെങ്കിലും ആര്യയെ അവിടെ കൊണ്ടുപോയി ചേർക്കാം. വാടക വീടും റെഡിയാ. വാടക അഡ്വാൻസും കൊടുത്തു. നല്ല വീടാ, കൂടുതൽ വാടകയും ഇല്ല. വീട് ഒറ്റപ്പെട്ട സ്ഥലത്തായാൽ നന്നായിരുന്നു. ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കാത്ത സ്ഥലം. അങ്ങനെയുള്ള സ്ഥലത്ത് തന്നെയാണ് വീട്. നീ പേടിക്കണ്ട, സച്ചിയും രേവതിയൊന്നും ആ ഭാഗത്തേക്ക് വരില്ല. അവർക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. വേണമെങ്കിൽ നമുക്ക് നാളെ ഒന്ന് പോയി നോക്കാം. നിനക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒഴിവാക്കാം. ശ്രുതി പറയാണ്, ആ അത് മതി, നിനക്കിഷ്ടമായത് എനിക്കും ഇഷ്ടമാവും. ആദ്യം TC വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ അവനെയും അമ്മയെയും കൂട്ടിക്കൊണ്ടുവാ. രേവതി വന്ന് വിളിക്കുകയാണ്, അച്ഛാ സച്ചേട്ടാ വാ, വന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോഴാണ് രവിയേട്ടാ എന്ന് വിളിച്ച് അമ്മയും എത്തിയത്. വാ ചന്ദ്രേ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ആ രവിയേട്ടാ, ശ്രുതി ഇത്രയും നേരമായിട്ട് ഷോറൂമിൽ നിന്ന് വന്നിട്ടില്ല. അവനെന്തായാലും ഇത്ര വൈകാറില്ലല്ലോ. എന്ത് പറ്റിയോ എന്തോ. ഞാൻ വിചാരിച്ചു അവൻ ഇവിടെ തന്നെ ഉണ്ടെന്നാ. നീ അവനെ ഒന്ന് വിളിച്ചു നോക്കിയേ. എത്ര വട്ടം വിളിച്ചു നോക്കി, അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റിയോ ആവോ. അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് പറയാണ്, എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും. അമ്മേ, ഇടയ്ക്ക് ഡീലർമാരെയൊക്കെ കാണാൻ പോക്കില്ലേ, അങ്ങനെ എങ്ങാനും പോയതായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ വരും. ഇല്ല, അങ്ങനെ എവിടെയെങ്കിലും പോകുമെങ്കിൽ എന്നെ വിളിച്ചവൻ പറയും. ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ പാർലറിൽ ഏട്ടത്തെയോ മറ്റോ കാണാനങ്ങാൻ പോയതാണെങ്കിലോ? സച്ചി പറയാണ്, ഇല്ല, അവൻ അങ്ങനെ പോവില്ല. അമ്മ പറയാം, നിന്നെ പോലെയല്ല അവൻ. ഞാൻ പറയുന്നതിനപ്പുറം എൻ്റെ മോൻ കിടക്കില്ല. രവിയേട്ടാ, എനിക്കെന്തോ പേടി തോന്നുക. ശ്രീകാന്ത് പറയാണ്, ഷോറൂമിൽ ഏതെങ്കിലും സ്റ്റാഫിനെ വിളിച്ച് ചോദിക്കുക. അവരുടെ ആരുടെയും നമ്പർ എൻ്റെ കയ്യിലില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? അപ്പം തന്നെ പറയാണ്, എൻ്റെ കയ്യിലൊന്നുമില്ല. അച്ഛൻ പറയാണ്, ചിലപ്പം വല്ല ലോഡും വന്ന് കാണും, അത് ഇറക്കുമായിരിക്കും ചിലപ്പോൾ വൈകുന്നേ. അങ്ങനെയാണെങ്കിൽ അവൻ വിളിച്ച് പറയും, എന്തോ പ്രശ്നമുണ്ട്. എടാ സച്ചി, നീ അവിടെ വരെ ഒന്ന് പോയിട്ട് നോക്ക്. എന്നെ സച്ചി എണീറ്റു പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സച്ചി തിരിഞ്ഞിട്ട് പറയാണ്, അല്ല അച്ഛാ, ഇനി വല്ല ബാറിലോ മറ്റോ പോയതാണെങ്കിലോ? എന്താ കുടിയാനാണോ ബാറിൽ പോകാൻ? അന്ന് ബാറിൽ പോയിട്ട് കുടിച്ചിട്ട് പോലീസുകാരായിട്ട് പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ അമ്മ മറന്നോ? ബാറിലാണ് പോയതെങ്കിൽ അവൻ്റെ ഫ്രണ്ട് ആനന്ദ് കൂടി കാണും. അപ്പാ, അവൻ ഒറ്റയ്ക്ക് എന്തായാലും പോവില്ല. ഞാൻ ആനന്ദിനെ ഒന്ന് വിളിച്ച് നോക്കാം. ഓ ആ ഹലോ ആനന്ദേ. സച്ചിയാ. സുധി കൂടെയുണ്ടോ? അവനെങ്ങനെ എൻ്റെ കൂടെ കാണാനാ? അപ്പം നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവനെ ഇറക്കിയില്ലേ? പോലീസ് സ്റ്റേഷനിലോ? വീണ്ടും കുടിച്ച് പോലീസുകാരായിട്ട് പ്രശ്നമാക്കിയോ? നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? എങ്കിൽ സ്വർണ്ണാണെന്ന് പറഞ്ഞ് അവൻ മുക്കുപണ്ടം പണയം വെക്കാൻ നോക്കിയതിന് കേസ് പിടിച്ച് അവനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ തന്നെ അമ്മ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാന്ന്, അയ്യോ. പിന്നെ അച്ഛൻ സച്ചിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് പറയാണ്, എന്താ ആനന്ദേ നീ പറയുന്നേ? സത്യാങ്കിളെ ഞാനീ പറയുന്നേ. നാട്ടിലുള്ള എല്ലാവരും അറിഞ്ഞല്ലോ. എന്നോട് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്. അപ്പം നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? സച്ചി പറയാണ്, ഇല്ല ആനന്ദേ, ഞങ്ങളാരും അറിഞ്ഞില്ല. അമ്മ നിലവിളിച്ച് കരയാണ്, ഇല്ല, അവനങ്ങനെ ചെയ്യില്ല. അവനങ്ങനെ മുക്കുപണ്ടം പണയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പോലീസ് എൻ്റെ മോനെ കള്ളക്കേസിൽ കുടുക്കിയതാ. സത്യമാണ് ആൻറ്റി, കള്ളല്ല. ബാങ്കുകാരോടും പോലീസുകാരോടും അവൻ പറഞ്ഞത് അമ്മയുടെ ബർത്ത്ഡേക്ക് വൈഫ് ഗിഫ്റ്റായി കൊടുത്ത ഒരു ചെയിനാണത്. സ്വർണമാണെന്ന് കരുതി പണയം വെക്കാൻ നോക്കിയതാണ് എന്നാ പറഞ്ഞത്. പക്ഷേ പോലീസുകാരും ബാങ്കുകാരും അവൻ പറയുന്നത് വിശ്വസിച്ചില്ല. പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. നിങ്ങൾ വന്ന് ജാമ്യത്തിലിറക്കി എന്നാണ് ഞാൻ കരുതിയത്. ഇതറിഞ്ഞ ഉടൻ ഞാൻ അവനെ വിളിച്ചായിരുന്നു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. വരാത്തതിൻ്റെ ടെൻഷനിൽ ബാറിൽ പോയി എന്നറിയാനാണ് വിളിച്ചത്. എന്തായാലും നിന്നെ വിളിക്കാൻ തോന്നിയത് നന്നായി. ശരി എന്നാൽ. ശ്രുതി പറയാണ്, അപ്പോൾ ശ്രുതി അമ്മയ്ക്ക് ഗിഫ്റ്റായി കൊടുത്തത് മുക്കുപണ്ടായിരുന്നു അല്ലേ? അത് വീണ്ടും വീണ്ടും കള്ളത്തരം കാണിക്കുകയാണല്ലോ. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? ശ്രുതിയേട്ടനെ എന്തിനാ അത് പണയം വെക്കാൻ നോക്കിയത്? ശ്രീകാന്ത് പറയാം, മീരയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയല്ലേ അമ്മ കൊടുത്തുവിട്ടേ. ശ്രുതി മാത്രമല്ല, ശ്രുതിയും എന്നെ പറ്റിച്ചു. മീരയുടെ കയ്യിൽ ശ്രുതിക്ക് കൊടുക്കാൻ വേണ്ടിയാ ഞാൻ ആ മാല ഏൽപ്പിക്കാൻ പറഞ്ഞത്. കൊടുത്തു എന്നാ അവൻ എന്നോട് പറഞ്ഞത്.
കള്ളം പറഞ്ഞത് എന്നോട്. സച്ചി പറയാണ്, അവൻ അവൻ്റെ തനി സ്വഭാവം കാണിച്ചു. എനിക്ക് കൊടുത്തു എന്ന് അമ്മയോട് കള്ളം പറഞ്ഞതിന് ശേഷം അവനത് പണയം വെക്കാൻ നോക്കി. മുക്കുപണ്ടം ആയതുകൊണ്ട് പോലീസ് അവനെ പൊക്കി. എത്ര പ്രാവശ്യം ഞാൻ അവനെ ഉപദേശിച്ചതാ കള്ളത്തരം കാണിച്ച് പണമുണ്ടാക്കരുതെന്ന് അച്ഛൻ പറയാം. പലവട്ടം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. എന്താ ഇവനിങ്ങനെ ആയിപ്പോകുന്നേ? തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഓ ഛേ, എന്നോട് തന്നെ ഇങ്ങനെ കാണിക്കുകയാണല്ലോ. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, അവനിങ്ങനെ കാണിക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ എന്നിട്ട് ഒരിക്കലും പഠിക്കുന്നില്ലല്ലോ. സംസാരിച്ചിട്ട് സമയം കളഞ്ഞിട്ട് കാര്യമില്ല, അവനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ നോക്കണം പറയാണ്. ഞാൻ ആദ്യം സ്റ്റേഷനിൽ ചെന്ന് അവനെ ഒന്ന് കണ്ടിട്ട് വരാം പറയാണ്. എടാ ഞാനും വരാം. അപ്പം അമ്മ, ആരും പോകണ്ട, അവൻ അവിടെ തന്നെ കിടക്കട്ടെ. അത്രേ, എന്നോടവൻ കള്ളം പറഞ്ഞു, എന്നെ പറ്റിച്ചു. കാശിന് ആവശ്യമുണ്ടായിരുന്നെങ്കിൽ അവന് ചോദിക്കായിരുന്നില്ലേ? അല്ല, ഏൽപ്പിച്ചു എന്ന് എന്തിനാ എന്നോട് കള്ളം പറഞ്ഞേ? നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു എന്നല്ലേ ആനന്ദ് പറഞ്ഞേ? ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? എന്നോട് കള്ളം പറഞ്ഞതിന് അവൻ അനുഭവിക്കട്ടെ. പുറത്തിറക്കരുത് അവനെ. ചന്ദ്ര, ഇത് അവൻ്റെ അമ്മ തന്നെയാണോ ഈ പറയുന്നത്? ശാന്ത് പറയാണ്, അമ്മേ, നാളെ സുധിയേട്ടനെ കോടതിയിൽ ഹാജരാക്കിയാൽ സുധിയേട്ടൻ ജയിലിൽ പോകേണ്ടി വരും. ജയിലിൽ പോട്ടെ, തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ അവന് കിട്ടണം. പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ കള്ളക്കേസാണ് എന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ ശരിക്കും അവൻ എന്നോടാ തെറ്റ് ചെയ്ത്. പറഞ്ഞത് വിശ്വസിച്ച ഞാൻ മണ്ടി. കാണാനോ ഇറക്കിയിട്ട് വരാനോ ഇവിടുന്ന് ആരും പോകരുത്. വാക്കിന് വില തരുന്നുണ്ടെങ്കിൽ, എന്നോട് ഇത്തിരി സ്നേഹമുണ്ടെങ്കിൽ പോവരുത്. ഞാൻ പറയുന്നതെന്ന് കേൾക്ക്, എനിക്കൊന്നും കേൾക്കണ്ട. നീ ഞാൻ പറയുന്നതെന്ന് കേൾക്ക്, അവിടെ നിന്നില്ലേ. ഛേ, അത് പറയാണ് സച്ചിയോട്. ചേട്ടാ, അമ്മയ്ക്ക് വല്ലാത്ത വിഷമമായിട്ടുണ്ട്. സുധിയേട്ടൻ പറഞ്ഞു പറ്റിച്ചു. ഈ സുധിയേട്ടൻ എന്താ ഇങ്ങനെ? അവൻ്റെ കാര്യമല്ലേ നോക്കൂ. മറ്റുള്ളവരുടെ വിഷമവും സങ്കടമൊന്നും അവനറിയേണ്ട കാര്യമില്ലല്ലോ. അവനെ ഓർത്ത് സങ്കടപ്പെടുന്നവർ വീട്ടിലുണ്ടെന്ന് അവൻ ഓർത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? സച്ചി ഓർക്കാണ് ആനന്ദ് പറഞ്ഞ കാര്യം. ബാങ്കിൽ സ്വർണം പണയം വെക്കാൻ വേണ്ടി പോയപ്പോൾ മുക്കുകൊണ്ടാണെന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവനെ ഇറക്കിയില്ലേ? പിന്നെ ഒന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് തന്നെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. അമ്മ പറഞ്ഞ കാര്യം, തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ അവന് കിട്ടണം. കാണാനോ ഇറക്കിയിട്ട് വരാനോ ഇവിടുന്ന് ആരും പോവരുത്. വാക്കിന് വില തരുന്നുണ്ടെങ്കിൽ, എന്നോട് ഇത്തിരി സ്നേഹമുണ്ടെങ്കിൽ പോവരുത്. സച്ചി അവിടെ താഴെ നിന്ന് ഓരോന്നും ചിന്തിക്കുകയാണ്. അപ്പോഴാണ് രേവതി അടുത്ത് വരുന്നത്. രേവതി അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, സച്ചേട്ടൻ്റെ ഏട്ടനെ പോലീസുകാർ ഇടിക്കുമോ? ഇടിക്കാൻ മാത്രം അവൻ അത്ര വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അറിയാതെ പറ്റിപ്പോയതല്ലേ. എങ്കിൽ ആ SI സാറിനെ വിളിച്ച് 2 പൊട്ടിക്കാൻ പറഞ്ഞാലോ? കിട്ടാത്തതിൻ്റെ കുറവാ നിങ്ങളുടെ ഏട്ടന്. എന്താ നോക്കുന്നേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങളുടെ ഏട്ടൻ എത്ര കിട്ടിയാലും പഠിക്കുന്നില്ലല്ലോ. ഇതിപ്പം നാട്ടിൽ പാട്ടായില്ലേ? അദ്ദേഹത്തിന് മാത്രമല്ല, കുടുംബത്തിന് മുഴുവൻ നാണക്കേടായില്ലേ? നോക്കിക്കോ, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെയും ഇത് ബാധിക്കും. അമ്മയെ പറ്റിച്ചു, അതിനുള്ള ശിക്ഷയാണ് അവനിപ്പോൾ കിട്ടിയിരിക്കുന്നത്. കിടക്കട്ടെ അവിടെ. അമ്മ പറഞ്ഞതുപോലെ ആരും അദ്ദേഹത്തെ ഇറക്കിക്കൊണ്ടുവരാൻ പോകണ്ട. അവൻ അവിടെ കിടക്കുമ്പോൾ എനിക്കിവിടെ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമോ? ഞാൻ പോയി അവനെ ഒന്ന് കണ്ടിട്ട് വരാം. സച്ചേട്ടാ നിൽക്ക്, ആരും പോകരുത് എന്നല്ലേ അമ്മ പറഞ്ഞിരിക്കുന്നത്? ആര് പറഞ്ഞാലും ഞാൻ പോവും. അവൻ എൻ്റെ ചോര്യ രേവതി. അവൻ്റെ സ്ഥാനത്ത് നിൻ്റെ അനിയനാണെങ്കിൽ നീ പോവില്ലായിരുന്നോ? കുടുംബത്തിലേ അവൻ ഇങ്ങനെയായിരുന്നു. അത്തരം കാണിക്കും, കാശിന് വേണ്ടി എന്തും ചെയ്യും. അവൻ്റെ സന്തോഷം അവന് പ്രധാനം. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. എന്നെക്കൊണ്ട് ഇന്നേ വരെ എനിക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല. അത്രവല്ലാതെ അവൻ കാരണം എനിക്ക് വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും എനിക്കവനെ ഇഷ്ട രേവതി. സച്ചി അതും പറഞ്ഞ് കരഞ്ഞു. എൻ്റെ ഏട്ടനല്ലേ അവൻ, എൻ്റെ ചോരയല്ലേ. എങ്ങനെ അങ്ങ് ഒഴിവാക്കാൻ പറ്റും എനിക്ക്? അവനെ ചെന്ന് കാണണം, എങ്ങനെയെങ്കിലും ഇറക്കാൻ പറ്റുമോ നോക്കണം. സമയം വരെ ഈ വീട്ടിൽ നിന്ന് അവനെ ചെന്ന് ആരും കണ്ടിട്ട് പോലുമില്ല. ആരോരും ഇല്ലാത്തവനെ പോലെയാ അവൻ അവിടെ കിടക്കുന്നത്. അനാഥനൊന്നുമല്ലല്ലോ. അവന് നമ്മളൊക്കെ ഇല്ലേ? ആരും കാണാൻ ചെന്നില്ലെങ്കിലും ഞാൻ പോകും. അവനെ ഇറക്കിക്കൊണ്ട് വരികയും ചെയ്യും. ഉച്ചയ്ക്ക് മുന്നേ പിടിച്ചുകൊണ്ട് പോയതല്ലേ അവനെ. അവനൊന്നും കഴിച്ചിട്ട് കൂടി ഉണ്ടാവില്ല. പോലീസുകാർ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. വിശക്കുന്നുണ്ടാവില്ല അവന്. നന്നായിട്ട് പേടിച്ച് കാണും അവൻ. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അവന് സമാധാനമാവും. കേട്ട് രേവതി പറയാണ്, നിങ്ങളെന്നും അടികൂടും, വഴക്കും അടിക്കും, പരസ്പരം കുറ്റപ്പെടുത്തുകയും യാക്കുകയും ഒക്കെ ചെയ്യും. സച്ചേട്ടൻ്റെ ഉള്ളിൽ അദ്ദേഹമുണ്ട്, എനിക്കറിയാം. ഞാനതൊക്കെ അദ്ദേഹം ചെയ്ത ദേഷ്യത്തിന് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലേ? സച്ചേട്ടൻ ചെന്ന് അദ്ദേഹത്തെ ഒന്ന് കാണും.
പറ്റുമെങ്കിൽ ഇറക്കിക്കൊണ്ട് വരാനും നോക്ക്. പിന്നെ ഞാൻ ചിലപ്പോൾ വരാൻ ലേറ്റാവും. കിടന്നോ. പിന്നെ ഞാൻ സ്റ്റേഷനിൽ പോകുന്ന കാര്യം ആരോടും പറയണ്ട. സച്ചി പോകുമ്പോൾ ശ്രുതി ജയിലിന് അകത്താണുള്ളത്, അതായത് സെല്ലിനകത്ത്. അപ്പോൾ സച്ചിയെ കണ്ടപ്പോൾ തന്നെ ശ്രുതി ഓടി വരികയാണ്. ശ്രുതി ഓടി വന്ന് സച്ചിയുടെ അടുത്ത് നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സി യു ഓൾ.